അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയുടെ കാലമാണ്, അല്ലെ എക്സാം സീസൺ ആണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയൊക്കെയാ ഫുൾ മാർക്ക് വാങ്ങുക. പല മക്കളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മിസ് എല്ലാം പഠിച്ചു പോകും, പക്ഷെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എല്ലാം മറന്നു പോകും. ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങും, പകുതി വെക്കുമ്പോൾ സ്റ്റക്കായി പോകുന്നു, അല്ലെ പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാനുള്ള നിങ്ങളുടെ ബുക്കോ കാര്യങ്ങളോ അല്ല, നിങ്ങൾ പഠിക്കുന്ന രീതിയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുമാണ് നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, അതിലൊക്കെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് വേർഡ് പ്രോബ്ലംസ് ഈസിലി. വേർഡ് പ്രോബ്ലംസ് അതായത് ഒരുപാട് വലിയ കുറേ വായിക്കാനൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരും. പ്രത്യേകിച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കഥ പോലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിരുന്നാൽ വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഫസ്റ്റ് വൺ, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് മാർക്ക് ദ നമ്പേഴ്സ് ഇഫ് എനി. നിങ്ങൾക്ക് ഒരു പാസേജ് ചോദ്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ചോദ്യത്തിൽ നമ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. യൂസ് ദ പെൻസിൽ. നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിച്ച് നമ്പേഴ്സ് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് മാർക്ക് ദ നമ്പേഴ്സ് ഇഫ് എനി. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ദാറ്റ് നീഡഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ്. അതായത് നിങ്ങളൊരു ചോദ്യം വായിക്കുന്ന സമയത്ത് നമ്പേഴ്സും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻഫോർമേഷനും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വലിയ പാസേജ് ആയിരിക്കും, അതിൽ ഒരുപാട് കഥ വായിക്കാനുണ്ടാവും. ചിലതൊക്കെ ഒറ്റ പ്രാവശ്യം വായിച്ച് നമുക്ക് വിടാം, 2-3 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഇൻഫോർമേഷൻസ് മാത്രം അതിൻ്റെ അകത്ത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ചെക്ക് ദ യൂണിറ്റ്സ്. യൂണിറ്റുകൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പലപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ്, ചോദ്യത്തിലെ നമ്പർ തന്നിരിക്കുന്ന സെന്റിമീറ്ററിലും നമ്മളോട് ഉത്തരം എഴുതാൻ പറയുന്നത് മീറ്ററിലുമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യം തന്നിരിക്കുന്ന ഗ്രാമിലും നമ്മളുടെ ഉത്തരം ചോദിച്ചിരിക്കുന്ന കിലോഗ്രാമിലുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആ യൂണിറ്റുകൾ കൃത്യമാണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. കട്ട് ദ അൺവാണ്ടഡ് ഇൻഫോർമേഷൻ. വേർഡ് പ്രോബ്ലംസിൽ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വായിക്കണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫോർമേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്പേഴ്സും യൂണിറ്റുകളും ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ 3/4 ഭാഗവും കഴിഞ്ഞു. ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കുറച്ച് കീവേഡുകൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ചോദ്യത്തിൽ നിങ്ങളുടെ ഒരു വേർഡ് പ്രോബ്ലത്തിൽ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് എങ്കിൽ, ഓക്കെ, ഈ ഒരു വേർഡ് പ്രോബ്ലം നിങ്ങൾ എടുത്തു. ആ വേർഡ് പ്രോബ്ലത്തിൽ ഈ ആഡ്, ഓൾ ടുഗെദർ, combined, both, and, total, how many, how much, all, increased, plus, sum, ഇത്രയും കീവേഡ്സുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അഡിഷനെയാണ്. അതേപോലെ സബ്ട്രാക്ഷന്റെ കീവേഡുകളാണ് ചേഞ്ച്, ഡിക്രീസ് ബൈ, ഫ്യൂവർ, ഡിഫറൻസ്, ലെഫ്റ്റ്, മൈനസ്, നീഡഡ്, റെഡ്യൂസ്, റിമെയിൻ, സബ്ട്രാക്ട്, ടേക്ക് അവേ, ഹൗ മെനി മോർ, ലോസ്. ഇത്രയും സാധനങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ട് എങ്കിൽ അത് കാണിക്കുന്നത് സബ്ട്രാക്ഷനാണ്. ഇനി ബൈ, ഡബിൾ, ട്രിപ്പിൾ, ഈച്ച്, ഗ്രൂപ്പ്, എവ്രി, ഇൻക്രീസ്ഡ് ബൈ, മൾട്ടിപ്ലൈഡ് ബൈ, പ്രൊഡക്റ്റ്, ടൈംസ്, ട്വൈസ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ കാണിക്കുന്ന മൾട്ടിപ്ലിക്കേഷനും ആസ് മച്ച്, കട്ട് അപ്പ്, ഈച്ച് ഗ്രൂപ്പ്, ഈക്വൽ ഷെയറിംഗ്, ഹാഫ്, ഫ്രാക്ഷൻ, ഹൗ മെനി ഇൻ ഈച്ച്, പാർട്സ്, പെർ, പെർസെൻറ്റേജ്, കോഷ്യന്റ്, സെപ്പറേറ്റഡ് ബൈ, ഷെയർസ് ഈക്വലി, ഇങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഡിവിഷനെയാണ്. അപ്പൊ നിങ്ങളൊരു വേർഡ് പ്രോബ്ലം വായിക്കുന്ന സമയത്ത് ഇതിൽ ഏത് കീവേഡാണുള്ളത് എന്ന് തപ്പിപ്പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിവിഷൻ ക്ലാസ്സസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്
ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം സ്പെഷ്യൽ റിവിഷൻ ആണ്. അപ്പോൾ ഡെയിലി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈവുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ലൈവുകൾ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ പേരും നിങ്ങളുടെ ടൈം ടേബിളും, അതായത് സ്കൂളിൽ ഏതൊക്കെ എക്സാം ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, താഴത്ത് കമന്റ് ആയിട്ട് പറയുക. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളിൽ ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൈം ടേബിൾ അല്ലെ എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ ഒക്കെ എന്ത് ചെയ്യാം, താഴത്ത് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ അതിനനുസരിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ലൈവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് വരുന്നതാണ്. ആരും തന്നെ മിസ് ചെയ്യേണ്ട. കൃത്യമായിട്ട് ഫുൾ ആയിട്ട് കാണുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ലൈവുകളും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മുതലേ പഠിച്ച് സെറ്റാക്കി നമുക്ക് ക്രിസ്മസ് എക്സാം തകർത്തെഴുതാം. ഓക്കെ, അപ്പൊ എല്ലാവരും മറന്നു പോകരുത്. അടിപൊളിയായിട്ട് പഠിക്കാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.